ധർമ്മേന്ദ്ര പ്രധാൻ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്ന കോച്ചിങ് സെന്ററുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ ഇത് വെളിപ്പെടും എന്നുള്ളത് പ്രതിപക്ഷം പറഞ്ഞ കാര്യമാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് വലിയ തോതിൽ അഴിമതി എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് വലിയ തോതിൽ നികുതിയുടെ ഭീമമായ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോടൊപ്പം മായം കലർന്ന പെട്രോള് അതല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്ത് ഈ രാജ്യത്ത് കൂടുതൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്രമന്ത്രിയായ നിതിൻ ഗഡ്കരി. കൃത്യമായി പറഞ്ഞാൽ പെട്രോളിയം മന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയും ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയും കൂടി ഈ നാട് മുഴുവൻ കുട്ടിച്ചോറാക്കുന്ന ലക്ഷണമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ രാജ്യത്തെ ധനകാര്യ സംവിധാനം താറുമാറായിരിക്കുന്നു. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിപൂർണമായി താറുമാറായിരിക്കുന്നു. PM ശ്രീ പോലുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് എങ്ങനെയൊക്കെയാണ് കേന്ദ്രീയ വിദ്യാലയങ്ങളെ തകിടം മറിക്കാൻ ശ്രമിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് അജണ്ട എല്ലായിടത്തും മുക്കിലും മൂലയിലും നടപ്പിലാക്കി ഈ രാജ്യത്തിന്റെ ചരിത്ര സത്യങ്ങളെ കൃത്യമായി മാറ്റിമറിക്കാൻ ശ്രമിക്കുകയാണ്. ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിനോടൊപ്പം ഈ രാജ്യത്തിന്റെ ദൈനംദിന ജീവിത സാഹചര്യങ്ങളെ കൂടി മാറ്റിമറിക്കുന്നു. ഇന്ത്യയിൽ ആവാസയോഗ്യമല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ മഹത്തായ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രതികരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള ഇടപെടൽ മാത്രമല്ല രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു കാര്യം കൂടി ജനസമക്ഷം പറയുകയുണ്ടായി. ഈ ഭരണഘടനയെ ഏറെ വൈകാതെ തന്നെ അവർ ധ്വംസിക്കും. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന്റെ ചുരുക്ക് അവർ പല തോതിൽ തീർക്കുന്നതിനോടൊപ്പം തന്നെ 4/3 ഭൂരിപക്ഷം നേടിയെടുത്തുകൊണ്ട് ഭരണഘടനയെ ഭേദഗതി ചെയ്യാനുള്ള അവരുടെ വെപ്രാളം അത് വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിച്ച് 3/2 സംസ്ഥാനങ്ങളിൽ അധികാരം വന്നാൽ ചെയ്തു കൂട്ടാൻ കഴിയുന്ന സംവിധാനങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്റർ സ്റ്റേറ്റ് ഡിസ്പ്യൂട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കുന്നത്. ഈ രാജ്യത്തുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ 3/2 സംസ്ഥാനങ്ങളും ഒരു പ്രത്യേക സാഹചര്യത്തിൽ മെമ്മോറാൻഡം ഒപ്പിട്ടാൽ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രം അവതരിപ്പിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചാൽ പുതിയ വേർഡിക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ പുതിയ അമെൻമെന്റുകൾ രൂപീകരിക്കാൻ ശ്രമിക്കും. അതാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളിൽ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. BJP അട്ടിമറിക്കാനാണ് അതിനുവേണ്ടി ഒരു കൃത്യമായ റിസർവ്ഡ് എമൗണ്ട് മാറ്റിവെച്ചിരിക്കുന്നത്.